വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് RRB IBPS എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പ്രീവിയസ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ certain code language, bring, bring is coded as DPKLI. എന്ന് പറഞ്ഞിട്ടുണ്ട്. DPKLI എന്ന് തന്നിട്ടുണ്ട്. ഫ്രാൻസിന്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത്? ബി കഴിഞ്ഞ് +2 ആണ് ഡി. PQR കഴിഞ്ഞ് പി കഴിഞ്ഞ് ഇവിടെ -2 ആണ് PQR. ഇവിടെയോ +1 അല്ല, ഇവിടെ +2 JK +2 MN. ഇവിടെ -2 +2. അപ്പൊ രണ്ട് +2, ഒരു +2 ഉണ്ട്, ഒരു -2 +2 -2 +2 ആ രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ഫ്രാൻസിന്റെ എങ്ങനെ എഴുതാം? F കഴിഞ്ഞാൽ GH, H വരും അല്ലെ. അത് കഴിഞ്ഞ് ഇവിടെയോ -2 ആകുമ്പോ ഇവിടെ എന്തൊരും P വരും. ഇവിടെ 2 പ്ലസ് ആഡ് ചെയ്യാം, അപ്പൊ പ്ലസ് എന്താണ് C വരും. ഇവിടെ -2, ഇവിടെ എന്തുവരും L വരും. ഇവിടെ +2 ഇത് വരും E വരും. ഇവിടെ -2 C വരും. അപ്പൊ HP വരും HPCLEC എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഓപ്ഷൻ ഇതിനകത്ത് ഏതാണ്? HPCLEC. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇൻ എ certain code, door is written as എന്താണ്? ALPS. What will be the code for root? റൂഡിന്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? +1 MN4. ഇവിടെ ABCD -4 ആണല്ലോ. ഇവിടെ JKL MNO -3 +1 MNOP. ആ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് റൂട്ടിനെ എങ്ങനെ എഴുതാം? OPQR. -4 എടുക്കുമ്പോ ഇവിടെ O വരും. ഇവിടെ -3 എടുക്കുമ്പോ R വരും. ഇവിടെ +1E, ഇവിടെ F. OREF എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് വരും. OREF ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, അസ്യൂമിങ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ടു ഫൈൻഡ് വിച്ച് the conclusion among given conclusions are definitely true and then give your answer accordingly. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എന്തൊക്കെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് G ഗ്രേറ്റർ ദാൻ L അല്ലെങ്കിൽ എന്താണ് G ഈക്വൽ ടു L. 2 X ലെസ് ദാൻ 0, പിന്നെ L ലെസ് ദാൻ 0, J greater than G. കൺക്ലൂഷൻസ്, ഒന്നാമത്തത് O greater than G. O greater than G എന്ന് പറഞ്ഞിട്ടുണ്ട്. O greater than G ആണോ നോക്കുക. ഇവിടെ O ലെസ് ദാൻ X ആണ്, G ഈക്വൽ ടു L ആണ്, L ലെസ് ദാൻ O ആണ്. അപ്പം ഇതിൽ നിന്ന് G ലെസ് ദാൻ O എന്ന് എഴുതാലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തത് O ഗ്രേറ്റർ ദാൻ G എന്നാണ്. അത് ശരിയാണോ? അല്ല. അപ്പൊ ഒന്നാമത് A എന്ന് പറയുന്ന കൺക്ലൂഷൻ ഇല്ല. ഇനി B, L ഈക്വൽ ടു G. L ഈക്വൽ ടു G ആണോ? അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓ, എക്സ് ഗ്രേറ്റർ ദാൻ ഓ ആണോ? അല്ല, എക്സ് ലെസ് ദാൻ ഓ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഇനി ജി ഗ്രേറ്റർ ദാൻ എൽ, അത് ശരിയാണോ? ജി ഈക്വൽ ടു എൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇവിടെ ഒൺലി 3 ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒൺലി 3, ഒന്നാമത്തെ ഒരു കൺക്ലൂഷൻ ഒൺലി 3 ഈസ് ട്രൂ. 2 ബോത്ത് 1 and 2 ആർ ട്രൂ. only 3 is true എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോത്ത് 1 and 2 ആർ ട്രൂ, അതും തെറ്റാണ്. either 2 or 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. either 2 or 4. 2 എന്ന് പറയുന്നത് L ഈക്വൽ ടു G ആണ്, അത് ശരിയാണ്. 4 എന്ന് പറഞ്ഞാൽ G ഗ്രേറ്റർ ദാൻ L. ഇവിടെ G ഈക്വൽ ടു L എന്ന് പറഞ്ഞിട്ടുണ്ട്, G ഗ്രേറ്റർ ദാൻ L എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായിട്ടുള്ളതാണ് അല്ലെ. അപ്പം എന്താണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? either 2 or 4. either 2 or 4 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് directions in the following question, the symbol are used with the following meanings as given below. R greater than Q means R is not greater than Q. അതുപോലെ R C Q means R is not smaller than Q. Means R is neither small nor equal to Q. R at the rate Q means R is neither greater than nor equal to Q. R not equal to Q means R is neither greater than nor smaller than Q. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. Find out which, assuming അപ്പം means R is neither greater than, ഇതുകൂടെ പറഞ്ഞു. Assuming the given statement to be true, find out which of the conclusions are definitely true. N at the rate B semicolon. N at the rate B semicolon. അപ്പൊ എന്താണ് ഇവിടെ? N എന്ന് പറയുന്നത് എന്താണ്? neither greater nor equal to Q എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ ഇവിടെ B is neither smaller nor equal to Q. അതും കിട്ടി. ഇനി നമുക്ക് L greater than S എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് എന്താണ്? L is not greater than S. അതുപോലെ തന്നെ
S is neither small nor equal to Z എന്ന് തന്നത്. കൺക്ലൂഷൻസ് ആണ്. ഒന്നാമത്തത് ഡെഫിനറ്റ്ലി ട്രൂ ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Z at the rate L എന്ന് പറഞ്ഞിട്ടുണ്ട്. Z at the rate L എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കിവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? S is neither small nor equal to Z എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്മാളും അല്ല നോട്ട് ഈക്വൽ ടു Z എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. 2 B greater than S എന്ന് പറഞ്ഞിട്ടുണ്ട്. B greater than S എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കിട്ടത്തില്ല. അത് N at the rate S എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമുക്കതിൽ നിന്ന് കിട്ടത്തില്ല. അപ്പൊ നമുക്കതിൽ നിന്ന് ഏതാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നെങ്കിൽ ഇതിനകത്ത് 2 either conclusion 2 or 4 is true എന്നുള്ളതാണ് വരുന്നത്. അതായത് B greater than S, B exclamatory S, ഇതിൽ രണ്ടിൽ ഏതിനകത്തായിരിക്കും ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. B greater than S എന്നുള്ളത് ഇതിനകത്ത് വരാൻ പറ്റും. B greater than S. B എന്ന് പറയുന്നത് എന്താണ്? B greater than S. That is B less than or equal to B greater than L. That means L equal to or less than S. Thus clear relation between B and S cannot be എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. N at the rate S എന്ന് തന്നിട്ടുണ്ട്. N less than S. അതിന്റെ മീൻസ് എന്ന് പറഞ്ഞാൽ N less than S ആണ്, ഫോൾസ് ആണ്. എന്താ ബിയും എസും എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. Some cakes are cream. എന്താണ്? അപ്പൊ നമുക്ക് അതിനകത്ത് എങ്ങനെ എഴുതാം അതിനെ? Some cakes are cream എന്നുള്ളത് ഇവിടെ കേക്ക് ആണ്. Some cakes are എന്താണ്? ക്രീം ആണ്. അതുപോലെ തന്നെ some cream is pie. Some cream is pie. അത് കഴിഞ്ഞിട്ട് some pie is apple. Some pie is apple. അതുപോലെ തന്നെ കൺക്ലൂഷൻ some apple are cream. Some apple are cream. കൺക്ലൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. some apple are cream എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞിരിക്കുന്നത് some apple is a cake. അത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് അടുത്തൊരു ഇതാണ് no apple is a cream. No apple is cream. അത് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. 1, 2, 3 നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് none follows എന്നുള്ളത്.
അപ്പൊ നൺ ഫോളോസ് എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സം കേക്ക്സ് ആർ ക്രീം. അപ്പൊ നമ്മൾ കേക്ക് വരച്ചു, കേക്കിൽ കുറച്ച് ഭാഗം ക്രീം ആണെന്നുള്ള വട്ടം വരച്ചു. അത് കഴിഞ്ഞിട്ട് സം ക്രീം ഈസ് എ പൈ, അത് നമ്മൾ അടയാളപ്പെടുത്തി. അടുത്തത് സം പൈ ഈസ് ആപ്പിൾ, പൈക്കകത്ത് ഇന്റർസെക്ഷൻ വെച്ചിട്ട് സം പൈ ഈസ് ആപ്പിൾ. ഇനി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, കൺക്ലൂഷൻ കൊടുത്തിരിക്കുന്നത് സം ആപ്പിൾ ആർ ക്രീം എന്നാണ്. സം ആപ്പിൾ ആർ ക്രീം, ആപ്പിളിന്റെ കുറച്ച് ഭാഗം ക്രീമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. സം ആപ്പിൾ ഈസ് കേക്ക്, സം ആപ്പിൾ ഈസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നോ ആപ്പിൾ ഈസ് ക്രീം, നോ ആപ്പിൾ ഈസ് ക്രീം, അതും നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഈ 3 കൺക്ലൂഷനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നൺ ഫോളോസ് എന്നുള്ള ആൻസറിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് only few sandals are slipper എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് only few sandal, only few sandals, ഇത് സാൻഡൽ ആണ്. only few sandals are എന്താണ് സ്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് only few slipper are home, only few slipper are എന്താണ് home എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ആൾ ഹോം ആർ ക്ലോക്ക്, ആൾ ഹോം ആർ എന്താണ് എല്ലാ ഹോമും എന്താണ് ക്ലോക്ക് ആണെന്ന് തന്നിട്ടുണ്ട്. ആൾ ഹോം ആർ ക്ലോക്ക് എന്ന് തന്നിട്ടുണ്ട്. നോ റിംഗ് ഈസ് ക്ലോക്ക്, അടുത്തത് നമുക്ക് പറഞ്ഞേക്കുന്നത് നോ റിംഗ് ഈസ് ക്ലോക്ക്. അപ്പൊ റിംഗ് ഇവിടെയാണ്, നോ റിംഗ് ഈസ് ക്ലോക്ക്. അപ്പൊ ഇതിനകത്ത് നിന്ന് ആൾ സാൻഡലാർ സ്ലിപ്പർ, കൺക്ലൂഷൻ 1 ആണ്. ആൾ സാൻഡലാർ സ്ലിപ്പർ ആണോ, എല്ലാ സാൻഡലും സ്ലിപ്പർ ആണോ, അല്ല. അടുത്തത് നോ ക്ലോക്ക് ഈസ് സാൻഡൽ, നോ ക്ലോക്ക് ഈസ് സാൻഡൽ, അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്തത് ആൾ റിംഗ് ബീങ് സ്ലിപ്പർ ഈസ് എ പോസിബിലിറ്റി, പോസിബിലിറ്റി, ആ റിംഗ് ബീങ് സ്ലിപ്പർ ഈസ് എ പോസിബിലിറ്റി ആണ്, അത് നമുക്ക് പോസിബിലിറ്റി ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നിന്ന് നൺ ഫോളോസ് ഉണ്ട്, only 2 and 3 ഫോളോസ് ഉണ്ട്, only 1 ഫോളോസ്. അപ്പം നൺ ഫോളോസ് ആണോ, അല്ല. നമുക്ക് മൂന്നാമത് കിട്ടി. only 2 and 3 ഫോളോസ്, 2 and 3 ഫോളോ ആണോ, അല്ല. only 1 ഫോളോസ് ആണോ, അല്ല. either 1 or 3 ഫോളോസ്, അല്ല. only 3 ഫോളോസ് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 5 ആണ് അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഓപ്ഷൻ 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് നോക്കാം. ആൾ ഗേൾ ആർ ആർട്ടിസ്റ്റ്, ആൾ ഗേൾ, 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 ഓൾ ഗേൾ ആർ എന്താണ് ആർട്ടിസ്റ്റ് ആണ്. അടുത്തത് സം ബോയ് ആർ ആർട്ടിസ്റ്റ്, സം ബോയ് ആർ ആർട്ടിസ്റ്റ്, സം ബോയ് ആർ ആർട്ടിസ്റ്റ്, അത് വരച്ചു. ആൾ ബോയ്സ് ആർ ഫണ്ണി, ഓൾ ബോയ്സ് ആർ ഫണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾ ബോയ്സിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ണി എന്ന് പറയാം. The conclusions, all girls being funny is a possibility, all girls being funny is a possibility. Yes, it is possible. All boys are അടുത്തത് all boys are being girl is a possibility, all boys are being girls is a possibility ആണ്. At least some artists are funny, some artists are funny, അതും ശരിയാണ്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് 3 കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓൾ ഫോളോസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓൾ ഫോൾസ് എന്നുള്ള, ഓൾ ഫോളോസ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താനായിട്ട് പറ്റും. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അടുത്ത നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ കാണാം.